അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ എന്താ വീട്ടിൽ അലക്കിയ തുണികളൊക്കെ മടക്കി വെക്കുവാണ്, ഹാൻഡ് ബാഗ് ഒക്കെ തൂക്കിയെന്ന്. ഒരിക്കലും അല്ല മക്കളെ, ഒരിക്കലും അല്ല. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് മോളുടെ കുട്ടിമാളു എന്ന കഥാപാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കൽ റെഡിയാക്കി പോവുകയാണ്. അങ്ങനെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ട്രെൻഡ്സിലേക്കാണ്. അപ്പോൾ ട്രെൻഡ്സിൽ ഇപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ കൂപ്പണൊക്കെ വെച്ചിട്ടായിരുന്നല്ല പരിപാടി. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ റേറ്റ് കുറച്ചിരിക്കുവാണ്. കൂപ്പണിൻ്റെ പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ ഷർട്ടിനൊക്കെ ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു 1200 രൂപ ഇട്ടിരുന്ന ഷർട്ട് കൂപ്പൺ വെച്ചിട്ടുണ്ടാകുമ്പോൾ യഥാർത്ഥ വിലയിൽ നമുക്ക് കുറച്ച് തരുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ആ കറക്റ്റ് റേറ്റൊക്കെ ആക്കി ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, നൗഫലിയാക്ക് ഷർട്ടുകളൊക്കെ എല്ലാം ചീത്തയായി കിടക്കുന്നത് കൊണ്ട് 2-3 ഷർട്ടും പാൻറ്റും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ആദ്യമേ ഓടി ചെന്ന് അവളുടെ വ്ളോഗ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഓടി ചെന്നിട്ട് കിഡ്സിൻ്റെ ഏരിയയിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേണ്ട, വാപ്പിക്ക് ഡ്രസ്സ് എടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഷർട്ടുകൾ സെലക്ട് ചെയ്ത്, അപ്പോൾ ഓരോ കമ്പനിയുടെ ഡ്രസ്സുകൾ ഇടുമ്പോഴത്തേക്കും ഓരോ തരത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ എടുത്തിട്ട് അവിടെ കൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്ന് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് കയറി റീൽസ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ അതിട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഷർട്ട് ഇട്ട് നോക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ. അപ്പോൾ മോള് ഫോണും വെച്ചിട്ടൊക്കെ അവിടെയൊക്കെ നടന്നുകൊണ്ട് അങ്ങനെ ചുറ്റിപ്പാറിയൊക്കെ നടക്കുവാണ് കേട്ടോ. അങ്ങനെ അതേ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ബട്ടൺസൊക്കെ അഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അവിടെ കൂടിക്കിടക്കുന്ന ഡ്രസ്സ് മുഴുവനും നമ്മുടെ അല്ല കേട്ടോ, ഓരോരുത്തർ ഇട്ട് നോക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഞാൻ പോരുന്ന സമയത്ത് കുറച്ചായിട്ട് ഞാൻ അവിടെ തന്നെ ഹാങ്കറിലൊക്കെ തൂക്കി മടക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം ശരിയാണ്, അവിടെ ആൾക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് എങ്കിലും. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് ബട്ടൺ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പിയും മോളും കൂടി അതിനകത്ത് കയറിയിട്ട് അവർ റീൽസ് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് നൗഫലിയാക്കുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് പാൻറ്റും ഷർട്ടും ഒക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ടീഷർട്ട് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ടീഷർട്ടും ഒക്കെ ആയിട്ട് ടീഷർട്ടും ഇട്ട് നോക്കിയിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ടും എടുത്ത്. അപ്പോൾ ഈ ഇരിക്കുന്നതിനൊക്കെ 499 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള കളക്ഷനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ നോക്കിയാണ് ടീഷർട്ടൊക്കെ എടുത്തത്. അങ്ങനെ അതും കഴിഞ്ഞതേ ആൾ പോകണമെന്ന് കണ്ട ആ ബാഗും തൂക്കിയിട്ട് നേരെ പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് നോക്കിക്ക്. അവൾക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോവുകയാണ്. അങ്ങനെ അവളും എടുത്ത് കുറച്ച് ഡ്രസ്സുകൾ. അങ്ങനെ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്ക്. അതിനകത്ത് ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം. പക്ഷേ എങ്കിൽ ആ വീഡിയോയിൽ കാണുന്ന ഒരു ഡ്രസ്സും അല്ല കേട്ടോ ആളെടുത്തത്. എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഭാഗത്തൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ളൊരു ഉടുപ്പ് കിടക്കുന്നത് കണ്ട് അത് ആളങ്ങോട്ട് എടുത്ത് ഇട്ട് നോക്കിയപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇത് മതി ഇട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് എടുത്തത്. അപ്പോൾ ഈ ഇട്ട് നോക്കിയാൽ എനിക്കിത് ഈ കാണുന്ന പിങ്ക് ഡ്രസ്സാണ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാ ഒരു ജോഡി ഡ്രസ്സും എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കിടക്കുന്ന ടൈപ്പ്. അങ്ങനെ 2 ജോഡി ഡ്രസ്സ് ആളും ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബില്ലെല്ലാം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ചേച്ചി ചോദിക്കുകയാണ് വ്ളോഗാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇന്ന് മോളുടെ വ്ളോഗ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞാൽ. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ചെന്നത് എവിടെയാണ്, ഉച്ചക്ക് 2 മണി 2:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ നേരെ ഉമാമിയിലേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്ക് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നൗഫലിയാക്ക് ഒരു പതിവാണ് ഈ ബില്ല് നോക്കുക എന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്നിട്ട് എന്താ വേണ്ടതെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ആൾ ചപ്പാത്തിയും ബീഫ് ഫ്രൈയും പറഞ്ഞ്. അപ്പോൾ മോൾക്ക് കുറേ വയ്യാതിരുന്നതുകൊണ്ട് കുറേ നാൾ കൂടിയിട്ട് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പാവം കഴിച്ചില്ല കേട്ടോ. കുറച്ചെടുത്ത് വായിൽ വെച്ചപ്പോൾ തന്നെ ആൾക്ക് വേണ്ട, വിശപ്പില്ലായ്മ. അപ്പം അങ്ങനെ ഒരു ലൈം ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ആ ലൈം ജ്യൂസ് ആളൊരു ഇത്തിരിയെ പിടിച്ചുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ വയറ് മുഴുവനും നിറഞ്ഞത് എൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ഊണ് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഊണ് വേണ്ട, എനിക്ക് ബിരിയാണി കഴിച്ചിട്ട് കുറേ നാളായി, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ പൊതി ബിരിയാണിയായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. ബിരിയാണി കുഴപ്പമില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഗിഫ്റ്റ് അയച്ച് നോക്കുവാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് അഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ISA ഹോൾമാർക്കൊന്നും അതിൻ്റെ അടിയിലൊന്നും ഞാൻ കണ്ടില്ല. സാധാരണ നമ്മൾ വാങ്ങുന്ന പാനിൻ്റെ അടിയിലൊക്കെ ISA ഹോൾമാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 തവി ഇതേപോലത്തെ ഉണ്ട്. അത്ര വലിയ ക്വാളിറ്റിയുള്ള തവിയൊന്നും അല്ല കേട്ടോ, വല്ല ചൂടിലേക്ക് ഇട്ടാൽ ഇതായി പോകുന്ന ടൈപ്പാണ്. അപ്പോൾ ഒരു ദോശയുടെ
തവയുണ്ട്. അതുപോലെ തന്നെ അതേ നമുക്ക് ചിക്കൻ കറി അങ്ങനെ വെക്കാനൊക്കെ ആയിട്ടുള്ളൊരു തവ, പിന്നെ അതാ മുട്ട പൊരിക്കാൻ പറ്റിയായിട്ടുള്ളൊരു പാൻ അതും ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല സംഭവം, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മറ്റുള്ള ഒരു വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു ഇതെനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ 3 മൂടാൻ പറ്റിയ ഒരു മൂടിയുണ്ട്. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.